മലയാളം ചിരിയുടെ മറ്റൊരു മുഖമായിരുന്നു കലാഭവൻ നവാസ്. കാഴ്ചയ്ക്കും ശബ്ദത്തിനും ഒരുപോലെ കാവ്യരൂപം നൽകി മനുഷ്യരെ ചിരിപ്പിക്കാനുള്ള മഹത്തായ കഴിവുള്ള ഒരാൾ. ചിരി എന്ന വാക്കിന് അദ്ദേഹം നൽകിയ വിശദീകരണം അതിൻ്റെ ആഴം നമ്മളെ ഇപ്പോഴും തൊട്ടറിയിക്കുന്നു. നവാസ് ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലാണ്. ചെറുപ്പം മുതലേ കലയോടുള്ള ആസ്വാദനവും അതിനോടുള്ള അടുപ്പവുമാണ് അദ്ദേഹത്തെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്നത്. സ്കൂൾ കലോത്സവങ്ങളും നാട്ടിലെ ഉത്സവപ്പറമ്പുകളും അദ്ദേഹത്തിൻ്റെ ആദ്യ വേദികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു കലാഭവൻ. അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയും. നവാസ് മിമിക്രിയിലെ താരമായി മാറിയതോടെ സിനിമാ ലോകം അദ്ദേഹത്തെ ക്ഷണിച്ചു. ചെറുതെങ്കിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെയും ഹാസ്യപരിപാടികളിലൂടെയും അദ്ദേഹം പ്രേക്ഷക ഹൃദയം പിടിച്ചുപറ്റി. TV ഷോകളിൽ, പ്രത്യേകിച്ച് ഹാസ്യ വിഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദമെത്തുമ്പോൾ പോലും പ്രേക്ഷകർ ആഹ്ലാദത്തോടെ നോക്കി നിന്നിരുന്നു. നമ്മളെ ചിരിപ്പിക്കാൻ ഒരാളായി വന്ന നവാസ് ഹൃദയത്തിൽ ഒരു ദീപം പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ചിരിയുടെ ശബ്ദമായിരുന്നു അദ്ദേഹം. ചിരിയുള്ള ഓർമ്മയായി മനസ്സിൽ മൂടിവെക്കാവുന്ന തണലായിട്ട് നമുക്ക് വിട പറയാം. കലാഭവൻ നവാസ്, നിങ്ങൾ പോയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നു. ഓർമ്മകളിൽ, ശബ്ദങ്ങളിൽ, ചിരികളിൽ. ഓർമ്മയിൽ കാലം താങ്ങി നിലനിൽക്കുന്ന ചിരിയുടെ കാവൽക്കാരന് ആദരാഞ്ജലികൾ.